നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. നമ്മൾ പതിവായി പറയുന്നതാണ് അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മലയാളിക്കും എന്നത്. എന്തായാലും അരിയാഹാരം കഴിക്കുന്ന അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടാണെങ്കിൽ പോലും നമുക്കൊക്കെ ഒരു സന്തോഷ വർത്തമാനമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരിയോട് മത്സരിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ കെ റൈസ് വിപണിയിൽ എത്തിയിരിക്കുന്നു എന്നത്. പഴയകാലത്ത് റേഷൻ കടകളിൽ നിന്ന് ലഭിച്ചിരുന്ന അരി ഒട്ടും തന്നെ ഭക്ഷ്യയോഗ്യമല്ലായിരുന്നു. പുഴുവരിച്ചതും വൃത്തിയില്ലാത്തതുമൊക്കെയായിരുന്ന റേഷൻ കടയരി ഇപ്പോൾ ഭക്ഷ്യയോഗ്യ നിലവാരത്തിൽ ഉള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർമാരായ സാധുക്കളെ സോപ്പിടാൻ കൂടിയാണ് ഈ മത്സര അരി വിതരണം എന്നത് അരിയാഹാരം കഴിക്കുന്നവർക്ക് മാത്രമല്ല, ഗോതമ്പ് കഴിക്കുന്നവർക്കും മനസ്സിലാകും. അതെന്തെങ്കിലും ആകട്ടെ. സംസ്ഥാനത്തെ 56 സപ്ലൈകോ ഡിപ്പോകളിലൂടെ 5 കിലോ വീതമുള്ള ശബരി കെ റൈസ് വിതരണം നടക്കുകയാണ്. ശബരി കെ റൈസ് എന്ന ജയ അരി കിലോ 29 രൂപയ്ക്കും മട്ട കുറുവ ഇനങ്ങളിലെ അരി കിലോ 30 രൂപ നിരക്കിലും റേഷൻ കാർഡ് അടിസ്ഥാനത്തിലാണ് വിതരണം നടക്കുന്നത്. ഈ അരി വിതരണത്തിനായി സഞ്ചി വാങ്ങാനുള്ള ഒരു കമ്മീഷൻ അഴിമതി നീക്കം വലിയ പ്രതിഷേധം ഉയർന്നതിനാൽ സപ്ലൈകോ നിർത്തിവെച്ചത് വലിയ ആശ്വാസമാണ്. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഈ അരി വിതരണ മത്സരം കൊണ്ട് കഞ്ഞി കുടിച്ചു പോട്ടെ എന്ന സ്ഥിരം മലയാളി പല്ലവി ചോറുണ്ട് പോട്ടെ എന്നാക്കാൻ സാധിക്കുമല്ലോ എന്ന ആശ്വാസം. നന്ദി. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.